കടണ്ടെങ്കിൽ കടമുള്ള ആളുകൾക്ക് നമ്മുടെ മേൽ ആധിപത്യമുണ്ട്. നമ്മൾ അവരുടെ മുമ്പിൽ ചൂളിപ്പോവും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. കാരണം ചെറിയ ഡിസിഷനുകളിൽ സംഭവിക്കുന്ന, ഞാൻ വളരെ നിങ്ങളോട് ഒരു കടമില്ലാണ്ട് ജീവിച്ചിരുന്ന മനുഷ്യനാണ് നമ്മളിങ്ങനെ എൻ്റെ സഹോദരൻ എന്ന രീതിയിൽ കൊണ്ടു നടന്നവർ, എൻ്റെ കമ്പനിയും പല സംഭവങ്ങളും. അപ്പൊ നമ്മൾ സത്യത്തിൽ ഉള്ളു പടച്ചിട്ട് ഞാനീ പറഞ്ഞേ, എന്തുകൊണ്ടെന്നറിയോ, നമ്മളൊരു ബാധ്യതയ്ക്ക് ചെന്ന് വീഴാൻ. നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹു ദുആ ഏറ്റവും വലിയ ആയുധം, അള്ളാഹു തീർച്ചു തരും. പക്ഷെ നമ്മൾ വിചാരിക്കേണ്ട ഒരു വിഷയം, നമ്മൾ എന്ന് മരിക്കണോ അതിനു മുമ്പ് ഒരു രൂപ പോലും ബാധ്യതയില്ലാതെ ഒന്ന് നോക്കിയ നിങ്ങൾ, ഷഹീദിന് പോലും അള്ളാഹു പുറത്തു കൊടുക്കൂല എന്നുള്ളതാണ്. അതുകൊണ്ട് മാക്സിമം വേടിക്കുന്ന സാഹചര്യങ്ങൾ ഇല്ലാതാക്കാൻ നമ്മളൊക്കെ ശ്രദ്ധിക്കണം. മരിച്ച മയ്യത്തിന് കടമുണ്ടോ എത്രയും പെട്ടെന്ന് കൊടുക്കുക. അതിലൊക്കെയാ ഉസ്താദുമാരെ നിർദ്ദേശം കൊടുക്കണം. ഞങ്ങളിവിടെ അൽഫാത്തിയ വിളിക്കുക, ചോറ് വെക്കുക, നിങ്ങളവിടെ ആടിപ്പാടാൻ വരി. ഇന്ന് 70,000 മൈരവിന് ശേഷം ഒരാഴ്ച നമുക്ക് ഈ പരിപാടി നടത്താം, മൈക്കിലൂടെ നമുക്ക് ഒരു ആണ്ട് നടത്താം. ഇതൊക്കെ പറയണതിന് മുമ്പ് ഏറ്റവും ഗൗരവം കൊടുക്കേണ്ട അതിനാണ്. വസിയത്തുകളുണ്ടോ? അനുവദനീയമായ വസിയത്ത്, ഹറാമായ വസിയത്തോ പാടില്ലാത്ത എന്റെ സ്വത്ത് മൊത്തം വാപ്പ പറയാൻ ഞാൻ ദീനി സ്ഥാപനത്തിന്, അത് അനുവദനീയല്ല. 3-1 വരെ പറ്റുള്ളൂ, അത് കൂടുതൽ വേണ്ട. അങ്ങനെ അനുവദനീയമായ വസിയത്തുകളൊക്കെ നടപ്പിലാക്കുക, മയ്യത്തിനെ കൊണ്ടുപോയി മറവ് ചെയ്യുക. പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ ഹബീബ് പറയാണ് ഇനി എന്തൊക്കെ കിട്ടുമെന്നുള്ളതാണ്. അവിടെ ഹദീസുകളിലൂടെ കാണാ. പ്രിയമുള്ളവരെ, സ്വദഖ അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ്. മയ്യത്തിന് വേണ്ടി ദാനധർമ്മങ്ങളെ ചെയ്യാൻ, നമുക്കെന്ത് ദാനം ചെയ്യാൻ പറ്റോ അത് സ്വദഖ ചെയ്യണമെന്നാണ്. പ്രിയമുള്ളവരെ, മഹാനായ സഅദ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വന്ന് പറയുന്നുണ്ട്, നബിയേ, എന്റെ ഉമ്മാക്ക് അവസരം കിട്ടിയാൽ അവർ സ്വദഖ ചെയ്യും. എന്റെ ഉമ്മാക്ക് വേണ്ടി സ്വദഖ ചെയ്യാൻ പറ്റോ നബിയേ? സ്വദഖ ചെയ്യാൻ പറ്റുമോ? അല്ലാഹുവിന്റെ മുത്ത് റസൂൽ പറയാണ്, നീ ചെയ്യ. എന്താണ് ഞാൻ ചെയ്യേണ്ടത്? അല്ലാഹുവിന്റെ മുത്ത് റസൂൽ പറഞ്ഞു, നീ ജലം കൊടുക്കണം, വെള്ളം കൊടുക്കണം. പ്രിയമുള്ളവരെ, ഒരു കിണർ കുത്തി കൊടുത്തില്ലയോ? ബിറു ഉമ്മി സഅദ് എന്നാണ് അതിന്റെ പേര്. ബിറു ഉമ്മി സഅദ് എന്നാണ് അതിന്റെ പേര്. സ്വദഖ ചെയ്യാം. അല്ലാഹുവിന്റെ ഹബീബ് പറയാ, അരിയാണോ നിങ്ങളെ കൊണ്ട് സ്വദഖ ചെയ്യാൻ പറ്റും? നിങ്ങൾ സ്വദഖ ചെയ്തോ? വാപ്പാക്കും ഉമ്മാക്കും വേണ്ടി റസൂൽ എന്തൊന്ന് കിട്ടുന്നു പറഞ്ഞോ, അതൊക്കെ നമുക്ക് ചെയ്യാം. പിന്നെന്താ, അരി കൊടുത്തതിനെ മുജാഹിദരെ എതിർത്തോ? നിങ്ങളോട് എതിർത്തിട്ടുണ്ടല്ലേ? എവിടെയാ എതിർത്തത്? 5ന്റെ അരി കൊടുത്തപ്പോ, 7ന്റെ അരി കൊടുക്കാന്ന് വെച്ചപ്പോ, 40ന്റെ ചടങ്ങിന് അരി കൊടുക്കാന്ന് പറഞ്ഞാൽ നമ്മൾ എതിർത്തു. അരി എന്നെ കൊടുക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞപ്പോഴും നമ്മൾ എതിർത്തു. നിങ്ങൾക്ക് അരി കൊടുക്കണം, അരി കൊടുത്തോ? പണം സ്വതക്കയിട്ട് കൊടുക്കാൻ പറ്റും, കൊടുത്തോ? ഒരു കിണർ കുത്തി കൊടുക്കാൻ പറ്റുമോ? ചെയ്തോ? ഉമ്മാക്കും വാപ്പാക്കും വേണ്ടി ജാരിയായ സ്വതക്ക, നിങ്ങൾക്കൊരു പള്ളി കെട്ടി കൊടുക്കാൻ പറ്റുമോ? ചെയ്തോ? ഏത് സ്വതക്കയും ചെയ്യാം, സ്വതന്ത്രമായ സ്വതക്കകൾ ചെയ്യാം, അതിലൊന്നും തടസ്സമല്ല, ഇല്ല. പക്ഷേ എന്തിനത് അള്ളാന്റെ റസൂല് പറയാത്ത നമ്മൾ ചെയ്യരുത്. ഏതുപോലെ നിസ്കാരം അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം വാപ്പ മരിച്ചു, വാപ്പാക്ക് നിസ്കാരമുണ്ട്. മക്കളോടോ നാട്ടുകാരോടോ ഉമ്മാക്കോ വാപ്പാക്കോ വേണ്ടി നിസ്കരിക്കാൻ പറഞ്ഞിട്ടില്ല. എന്നാൽ സ്വഹീഹ് മുസ്ലിമിലൂടെ കാണാ, മൻ മാത വഅലൈഹി സിയാം, ഒരാൾ മരിക്കുന്നുണ്ട്, ആ വ്യക്തിക്ക് നോമ്പുണ്ടെങ്കിൽ സ്വാമഅൻഹു വലിയുഹു, ആ മനുഷ്യനെ തൊട്ടയാളുടെ വലിയ നോമ്പ് നോട്ട് വീട്ടിക്കൊള്ളട്ടെ. ഇപ്പൊ നോമ്പ് വീട്ടാൻ പറ്റും. വാപ്പാന്റെ നോമ്പ് കടണ്ടായിരുന്നു, വാപ്പ മക്കൾക്ക് ആ നോമ്പിന് വീട്ടിക്കൊടുക്കാം. അല്ലെങ്കിൽ മോൻ മരിച്ചു, മോന് നോമ്പുണ്ടായിരുന്നു, വാപ്പാക്ക് നോമ്പെടുത്ത് കൊടുക്കാം, ഉമ്മാക്ക് നോമ്പെടുത്ത് കൊടുക്കാം. കാരണം എന്താ? അള്ളാന്റെ ഹബീബ് പറഞ്ഞു, പക്ഷെ നിസ്കാരം പറഞ്ഞില്ല. സ്വതക്ക പറഞ്ഞു, പക്ഷെ 5 പറഞ്ഞില്ല, 7 പറഞ്ഞില്ല, 40 പറഞ്ഞില്ല. ഇത് പറയുമ്പോ നിങ്ങൾ പറയും, ഈ ദിവസം ദിനാചരണങ്ങളൊക്കെ ഉണ്ടാക്കുന്നതിനാണോ നിങ്ങൾക്ക് ഇത്ര വലിയ പ്രശ്നം എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. പ്രിയമുള്ളവരെ, പള്ളി ദർസിൽ ഓതി പഠിക്കുന്ന ഉസ്താദുമാര് ആദ്യ കാലഘട്ടങ്ങളിൽ ഫിഖഹിന്റെ പാഠം പഠിക്കുമ്പോ ഓതുന്ന ചെറിയൊരു ഫിഖഹിന്റെ കിതാബാണ് സൈനുദ്ദീൻ മഖ്ദൂമിന്റെ ഫത്ഹുൽ മുഈൻ എന്ന് പറയുന്ന കിതാബ്.
ആ ഫത്വൽ മുഈനിന്റെ ഹാഷിയ സയ്യിദ് ബക്കരിയുടെ ഇആനത്തു ത്വാലിബീനിലൂടെ ഒരു ഫത്വ കാണാ. പ്രത്യേകമായി മരിച്ച ആളുകൾക്ക് വേണ്ടി പുണ്യം കിട്ടാൻ വേണ്ടി ഒരു ദിവസം നിശ്ചയിച്ച് ആ ദിവസത്തിൽ പ്രത്യേകമായ ഭക്ഷണമുണ്ടാക്കി വിതരണം ചെയ്യുമ്പോ അതിനെ തടുത്താൽ, അത് ബിദ്അത്താണെന്ന് പറഞ്ഞ് തടുത്താൽ അതിന് കൂലി കിട്ടുമോ, ഭരണാധികാരിക്ക് പുണ്യം കിട്ടുമോ എന്ന് ചോദിക്കുമ്പോ അതിന്റെ ഫത്വയിലൂടെ വായിക്കാൻ അഹ്മദ് മാ യഫ്അലുഹുന്നാസു അൽഇജ്തിമാഉ ഇൻദ അഹ്ലിൽ മയ്യിതി വസനീഇ തആം. കൂലി കിട്ടുന്നത് തന്നെയാണ്. ആളുകൾ ഇങ്ങനെ ചെയ്യുന്നൊരു പ്രവൃത്തിയുണ്ടല്ലോ, മരിച്ച വീട്ടിൽ ആളുകൾ ഇങ്ങനെ ഒരുമിച്ച് കൂടി ഭക്ഷണമുണ്ടാക്കി ഈ ദിവസം നിശ്ചയിച്ച് കഴിക്കുന്നത് മിനൽ ബിദഇൽ മുൻകറ, നികൃഷ്ടമായ നീചമായ പുത്തനാചാരമാണ്. അല്ലതീ യുസാബു അലാ മൻഇഹാ വാലിൽ അംർ, അതിനെ തടുക്കുന്ന ഭരണാധികാരിക്ക് കൂലി കിട്ടുന്നതാ. ഒരാൾ വന്ന് 5 ഉണ്ടാക്കി 7 ഉണ്ടാക്കി 40 ഉണ്ടാക്കി ആണ്ടുണ്ടാക്കി കഴിക്കുമ്പോ അതിന് ആ ബിദ്അത്തിനെ എതിർക്കുന്ന ഭരണാധികാരിക്ക് പുണ്യം കിട്ടുമെന്ന്, കൂലി കിട്ടുമെന്ന് നിങ്ങൾ പള്ളി ദർസുകളിലൂടെ പഠിക്കുന്ന ഫത്ഹുൽ മുഈനിന്റെ ഹാഷിയ സയ്യിദ് ബക്കരിയുടെ ഇആനത്തു ത്വാലിബീനിലൂടെ രേഖപ്പെടുത്തി വെക്കുന്നുണ്ടെങ്കിലോ പ്രിയമുള്ളവരെ, 5 നടത്താനോ 7 നടത്താനോ 40 നടത്താനോ നിൽക്കണ്ട. മറിച്ച് ഉമ്മാക്കും വാപ്പാക്കും വേണ്ടി സ്വതക്ക ചെയ്തോ, യഥേഷ്ടം നിങ്ങൾ സ്വതക്ക ചെയ്തോ. ഹജ്ജ് ചെയ്തോളാൻ പറഞ്ഞില്ല, ചെയ്തോ. ഉംറ നിർവഹിച്ചോളാൻ പറഞ്ഞില്ലേ, ചെയ്തോ. അള്ളാന്റെ ഹബീബ് എന്തൊന്ന് കിട്ടുമെന്ന് പറഞ്ഞു അത് മുഴുവനും നമുക്ക് ചെയ്യാ, അതല്ലാത്തത് ചെയ്യണ്ട. 70,000 ദിക്ർ ചൊല്ലി അയക്കുന്നവരെ നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ആരായി ഈ മാതൃക നിങ്ങളോട് പഠിപ്പിച്ചത്? 70,000 എന്ന എണ്ണം പഠിപ്പിച്ചതാര്? ചൊല്ലണമെന്ന് പഠിപ്പിച്ചതാര്? ഏത് നബിയാ നിങ്ങളോട് പഠിപ്പിച്ചത്? ഏത് സഹാബത്തിന്റെ ജീവിതത്തിലാ നിങ്ങൾ കണ്ടത്? സഹാബത്തിന്റെ ജീവിതങ്ങളിൽ നിന്ന് പകർത്തിയെടുത്ത് താബിഈങ്ങൾ നിങ്ങളോട് പറഞ്ഞു തന്നോ? നിരേക്കാവിലെ മുസ്ലിമീങ്ങളോട് പറയാണ്, ചോദിക്ക് നിങ്ങൾ മുസ്ലിയാക്കന്മാരോട്, ഏത് ഫിഖഹിന്റെ 4 മദ്ഹബിന്റെ ഇമാമുകളോട് ഏത് ഫിഖഹിന്റെ കിതാബിലാ 70,000 ദിക്ർ ചൊല്ലാൻ നിങ്ങളോട് പറഞ്ഞത്? ഈ അടുത്ത കാലഘട്ടങ്ങളിലൂടെ ഉസ്താദുമാർ ഒരാഴ്ച നമുക്ക് ചൊല്ലിയിട്ട് ദുആ ചെയ്യാ എന്ന് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എവിടെ നിന്നാണ് അതിന്റെ അടിസ്ഥാനമെന്ന് ചോദിക്കണേ. ഇനി ദിക്റിലൊക്കെ എന്താ നടക്കല്? പരിഹാസങ്ങളല്ലേ സത്യത്തിൽ ദിക്ർ. എങ്ങനെ ദിക്ർ ചെല്ല? എങ്ങനെ ദിക്റില്ല? ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഒരാൾ എഴുതിയൊക്കെ ഇരിക്കും അതിന്റെ ഇടയിൽ. എന്തിനാണെന്നറിയോ? 70,000 എണ്ണം വേണമല്ലോ. അപ്പോ മൊത്തം ഇരിക്കുന്ന ആൾക്കാർ ആദ്യം എണ്ണം തുടങ്ങുമ്പോ 30 ആളിനെയും 30 ആളെന്ന് എഴുതി വെക്കും. അപ്പോ ഒരു വട്ടം ലാ ഇലാഹ ഇല്ലല്ലാഹ് എണ്ണ എത്രയും 30 എണ്ണായി അല്ലേ? അങ്ങനെ എണ്ണി അതിന്റെ ഇടയ്ക്ക് ഇങ്ങനെ കുറെ കഴിഞ്ഞിട്ടൊരു ദിക്ർ എണ്ണം പിടിച്ചൊരു 500 ദിക്റൊക്കെ ആവണ നേരത്ത് വീണ്ടും ഒന്നുണ്ട്. അതിന് ഇടയിൽ പിന്നെ കുറച്ച് ആൾക്കാർ കയറിയിരിക്കുമല്ലോ. സാധാരണ പള്ളിയിലൊക്കെ ചീരണിയുടെ അവസാന ടൈമിലാണ് കൂടുതൽ ആൾക്കാർ കയറുക. അപ്പോ ആ കയറുന്ന ആൾക്കാരുടെ നമ്പർ പിന്നെ എഴുതി വെക്കും. അങ്ങനെ എണ്ണി കാൽക്കുലേറ്റ് ചെയ്ത് 70 എണ്ണാക്കും. ഇതിന്റെ രസം എന്താ വെച്ചാൽ ഈ 70,000 ദിക്ർ ഇങ്ങനെ ചൊല്ലി ലാ ഇലാഹ ഇല്ലല്ലാഹ് തുടങ്ങിയിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് ഒരു 50 ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നൊക്കെ പള്ളിയിൽ. ആരെ നിങ്ങൾ ചെല്ലി? ആരെ വിളിച്ചേ? പഠിച്ചവനല്ലേ വിളിച്ചു. എന്താ ഇതിന്റെ അർത്ഥം എന്നറിയോ നിങ്ങൾക്ക്? അല്ലാഹുവേ, നീയല്ലാതെ യാതൊരു ആരാധ്യനുമില്ല അല്ലാഹ്. ഹൃദയത്തിൽ തട്ടി ചെല്ലുള്ളതാ, ഹൃദയത്തെ തട്ടി ചെല്ലുള്ളതാണ്. ധാരാളം ചൊല്ലിക്കോ. ജീവിച്ചിരിക്കുന്ന കാലത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ്, സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ ചൊല്ലി
അടുക്കളയിലൂടെ ഭക്ഷണം പാചകം ചെയ്യുന്ന ഉമ്മ, വാഹനം ഡ്രൈവ് ചെയ്യുന്ന സഹോദര, നാവുകളെ ദിക്റുകളെ കൊണ്ട് തത്തിക്കളിക്കട്ടെ. ധാരാളമായി ദിക്ർ ചെല്ലുന്ന സ്ത്രീകളുണ്ടോ, പുരുഷന്മാരുണ്ടോ? അല്ലാഹു പാപമോചനം നൽകുന്നതാ. താഴ്ഭാഗത്തുകൂടി അരുവികൾ ഒഴുകുന്ന സ്വർഗമാ അല്ലാഹു നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യുന്നത്. ജീവിക്കണ കാലത്തൊന്നും നല്ല പോലെ ദിക്റെല്ലാം മൊയ്യന്മാര് സമ്മതിക്കൂല. പള്ളിയിൽ എങ്ങനെ ദിക്റല്ലേ? ഒക്കെ ഉണ്ടോ? റിഫയറാത്തിബിലെ ദിക്റകളാ. എന്നിട്ട് പറയും ഇങ്ങക്ക് മനസ്സിലാവത്തുണ്ടാണ്. WWW എന്ന് പറഞ്ഞ കുറെ സൈറ്റിക്ക് കയറി പോണ പോലെ ഹാ ഹൂ ഹി എന്ന് പറഞ്ഞ അർത്ഥമുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹുവിന്റെ ഹോ, മുഹമ്മദുർ റസൂലുള്ളാഹിയുടെ ഹി, ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹി. ഒരുപാട് സമയം വേണ്ടേ? അവൻ ഷോർട്ടാക്ക ഹാ ഹൂ ഹി ഹൈ. എന്നോട് വാപ്പാന്റെ സുഹൃത്ത് ബൈക്കുമ്പോ വരുമ്പോഴേ, സക്കരിയ എന്ന അദ്ദേഹത്തിന്റെ പേര്, പള്ളിയുടെ അവിടുത്തെ എന്നോട് പറഞ്ഞു. അപ്പൊ പള്ളിയിൽ നിന്ന് ഇങ്ങനെ റാത്തീബ് വെക്കാണ് ഹാ ഹൂ ഹി ഹൈ. അപ്പൊ മുപ്പർ എന്നോട് പറയാം, ഇവരെന്തിനത്ര തിരക്കിട്ട് ഓതുന്നറിയോ? ഈ നെയ്ച്ചോറിന്റെ മണങ്ങനെ അടിക്കുമ്പോ ക്ഷമയില്ലാത്തോണ്ടാണ്. അപ്പോ നിങ്ങളാ ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹി ഹാ ഹൂ ഹി എന്ന് ചെല്ലണ്ടോ? ഞാൻ ചോദിക്കട്ടെ, ഇങ്ങനെ നിസ്കാരം വരെ നിങ്ങൾ ഷോർട്ടാക്കൂലേ? ദിന്ദിം മാമ ദിന്ദിം മാമ ദിന്ദിം എന്താ? അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ അലി മുഹമ്മദിൻ കമാ സ്വല്ലൈത അലാ ഇബ്രാഹിമ വഅലാ അലി ഇബ്രാഹിമ ഒക്കെ ചുരുട്ടി കൂട്ടി ദിന്ദിം മാമ ദിന്ദിം മാമ ദിന്ദിം അസ്സലാമു അലൈക്കും, അങ്ങനൊക്കെ ഒരു നിസ്കാരം ഉണ്ടോ? അതുകൊണ്ട് ഈ ഹാ ഹൂ ഹി ഹൈ ഹീഹം ആഹ് ആഹ് ലാല ഒക്കെ വേണ്ട. ലാ ഇലാഹ ഇല്ലല്ലാഹ് സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹ്. ഈ ദിക്റുകൾ ധാരാളമായിട്ട് ചൊല്ലി അങ്ങനെ ദിക്റുകളെ ചൊല്ലുക. അല്ലാതെ മരിച്ചോടുത്തി 70,000 ദിക്ർ ചൊല്ലിട്ടോ ഇല്ല. പ്രിയമുള്ളവരെ, പെട്ടെന്നൊന്ന് അവസാനിപ്പിച്ചോട്ടെ. അതുപോലെ തന്നെ മരിച്ച വീട്ടിൽ അന്ന് തന്നെ സദ്യ ഉണ്ടാക്കുന്നത്. പ്രിയമുള്ളവരെ, മരിച്ച വീട്ടിൽ ഉസ്താദ് അനൗൺസ് ചെയ്യാ, മറമാടി എല്ലാവരും തിരിച്ചു വരണേ, ഇവിടെ സദ്യ ഉണ്ട്, വിളമ്പിക്കൊടുക്കുക. അല്ലേ എന്ന് പറയാ. ഹദീസ് പഠിച്ചോ? ജാബിർ ഇബ്നു അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു പറയാണ്, കുന്നാ നഉദ്ദു അൽ-ഇജ്തിമാഉ ഇലാ അഹ്ലിൽ മയ്യിതി വസുൻഅതി തുആമ ബഅദ ദഫ്നിഹി മിനൻ നിയാഹ. മരിച്ച വീട്ടില് മയ്യത്ത് മറവ് ചെയ്തതിന്റെ ശേഷം ഒരുമിച്ച് കൂടി ഭക്ഷണം ഉണ്ടാക്കി കഴിക്കുന്നത് അനാവശ്യമായ വിലാപത്തിലാ ഞങ്ങൾ എണ്ണിയിരുന്നത് എന്ന് ജാബിർ ഇബ്നു അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു സഹാബിയാ ജാബിർ ഇബ്നു അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, പ്രിയമുള്ളവരെ, മരിച്ച വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കി കഴിക്കൽ ശരിയല്ലാതെ തെറ്റാണ്. ഇസ്ലാമിലുള്ള സുന്നത്ത് എന്താണ്? മുഅ്താ യുദ്ധത്തില് മഹാനായ ജഅഫർ ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ഷഹീദാവുകയാണ്. അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞില്ലയോ, ഇസ്നഉ ലി ആലി ജഅഫർ തുആമാ, ജഅഫറിന്റെ കുടുംബത്തിന് അങ്ങോട്ട് നിങ്ങൾ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കണേ. ഫഇന്നഹും മതാഹും അംറുൻ യശ്അലുഹും, അവരെ അശ്രദ്ധമാക്കുന്ന ഒരു വിപത്താണ് അവർക്ക് കടന്നു വന്നിട്ടുള്ളത്. അവരെ അശ്രദ്ധമാക്കുന്ന ഒരു വിപത്ത് വന്നിട്ടുണ്ട്. എന്താ? നമ്മുടെ വാപ്പ മരിച്ച മക്കൾ നേരെ അടുക്കള പോയി ഭക്ഷണം ഉണ്ടാക്കി കഴിക്കൂല. ഉമ്മ മരിച്ചാൽ അന്ന് വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കി തിന്നൂല. അവരാകെ വിഷമത്തിലാവും. അതുകൊണ്ട് അയൽവാസികളെ, താസിയത്തിന്റെ ദുഃഖാചരണം 3 ദിവസമാണ്. അതിൽ കൂടുതൽ 4ാമത്തെ ദിവസം പണിക്ക് പോയിക്കൊള്ളണം. 4ാമത്തെ ദിവസം മുതൽ ദുഃഖാചരണം പറഞ്ഞ് ഇരിക്കാൻ പാടില്ല. പിന്നെ ഭാര്യക്കാണ്, മരിച്ച ആളുടെ വൈഫിനാണ് ഇദ്ദ ഇരിക്കാനുള്ളത്. 5ക്കും 7ക്കും 40ക്കൊന്നും കാത്തിരിക്കല്ല, ദുഃഖാചരണമില്ല. ആ 3 ദിവസം അയൽവാസികൾ മരിച്ച വീട്ടിലേക്ക് അങ്ങോട്ട് കൊണ്ടുപോയി ഭക്ഷണം കൊടുക്കണമെന്ന്. നമ്മുടെ അയൽവാസികളൊക്കെ അയാളെ വീട്ടിലാണ്, അയാളിപ്പം നാട്ടിൽ നടക്കുക. നമുക്കുള്ള ബാധ്യത അതാണ്. ഇസ്ലാം പഠിപ്പിച്ച സുന്ദരമാണ് മരണാനന്തര ആചാരങ്ങൾ. പക്ഷെ നമ്മൾ കൊണ്ടുവന്നത് അനാചാരങ്ങളാണ്. അതിന് കഞ്ഞുണ്ണീരുന്നോ ഒക്കെ പേരിട്ടിട്ട് പോയി തിന്നു വരാൻ ഒരു മടിയില്ലാത്ത കൂട്ടത്തിലെ നിങ്ങൾ ആലോചിച്ചൊക്കെ, ഇതൊക്കെ നടക്കുന്ന സന്ദർഭങ്ങളാണ്. അല്ലാഹു തആല ഉമ്മത്തിന് സൽബുദ്ധി കൊടുക്കട്ടെ എന്ന് മാത്രമേ പറയാനുള്ളൂ. ഞാൻ ഈ വിഷയത്തില്
അതൊന്നും ഇനി നീട്ടി സംസാരിക്കണില്ല, സമയം അതിക്രമിച്ചിട്ടുണ്ട്. പക്ഷേ ഒറ്റ കാര്യം പറയാനുള്ളൂ, അള്ളാഹിന്റെ ഹബീബ് എന്തൊന്ന് കിട്ടുമെന്ന് പറഞ്ഞോ അതൊക്കെ കിട്ടും. പ്രിയമുള്ളവരെ, മരിച്ച ആളുകൾക്ക് വേണ്ടി പറഞ്ഞു, അവർക്ക് വേണ്ടി നിസ്കരിക്കാൻ പറഞ്ഞു, അവർക്ക് വേണ്ടി ദുആ ചെയ്യാൻ പറഞ്ഞു. മക്കളെ വിട്ടുകളയരുത്. ഓരോ വക്തിയിലും നൂഹ് നബിയുടെ ഒക്കെ പ്രാർത്ഥനയുടെ രീതി പറയുമ്പോൾ റബ്ബി അഫ്റലി വലി വാലിദയ്യ, കണ്ടോ, എനിക്ക് എൻ്റെ മാതാപിതാക്കൾക്ക്, അള്ളാഹു നമ്മുടെ വിട പറഞ്ഞ മാതാപിതാക്കൾക്ക് അള്ളാഹു മഅഫറത്തും മർഹമത്തും നൽകട്ടെ. അവർക്ക് വേണ്ടി ദുആ ചെയ്യുക. നാളെ പരലോകത്തെ മീസാനിൽ നന്മകൾ ഇങ്ങനെ കനം കൂടുമ്പോ മാതാപിതാക്കൾ പറയും, അല്ലാ ഇതിന് മാത്രം പുണ്യങ്ങളൊന്നും ഞങ്ങൾ ചെയ്തിട്ടില്ലല്ലോ അല്ലാ. അവിടുന്ന് പറയുമെന്നാണ് ഇസ്തിഗ്ഫാർ വരദിക്കലക, നിന്റെ മകൻ നിനക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ ചെയ്തതാ, നിന്റെ മകൻ നിനക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ ചെയ്തതാണ്. ആ സമ്മാനം കൊടുത്തൂടെ, ആ സമ്മാനം കൊടുത്തൂടെ, അവർക്ക് വേണ്ടി ദുആ ചെയ്തൂടെ, അവർക്ക് വേണ്ടി പൊറുക്കലിനെ തേടണേ, അവരുടെ കരാറുകൾ നിറവേറ്റാനുണ്ടെങ്കിൽ പൂർത്തീകരിച്ചു കൊടുക്കണേ, അവരുടെ കടബാധ്യതകളെ തീർത്തു കൊടുക്കണേ, അവരുടെ വസിയത്തുകളെ നിറവേറ്റി കൊടുക്കണേ. അതുപോലെ തന്നെ വസിലത്തുർ റഹിമില്ലതി ലം തൂസലില്ലാ ബിഹിമാ, അവരെ കൊണ്ടില്ലാതെ ചേർക്കപ്പെടാൻ കഴിയാത്ത ബന്ധങ്ങളില്ലയോ? ഉമ്മാന്റെ ബന്ധുക്കളുണ്ട്, വാപ്പാന്റെ ബന്ധുക്കളുണ്ട്, ആ കുടുംബ ബന്ധങ്ങളെ നിങ്ങൾ ചേർത്ത് വെക്കണേ. വൈകറാമു സ്വദീഖിഹിമാ, അവരുടെ സ്വദീഖുകളെ കൂട്ടുകാരെ നിങ്ങൾ ആദരിക്കണേ, അവരുടെ കൂട്ടുകാരെ നിങ്ങൾ ആദരിക്കണേ. മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ മകന് അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു കഴുതപ്പുറത്ത് ഇങ്ങനെ കടന്നു വരുമ്പോ ഒരു അഅറാബിയായ മനുഷ്യൻ ഇങ്ങനെ കടന്നു വരണ കണ്ടപ്പോ അദ്ദേഹത്തിന്റെ വാഹനമുഖത്തിൽ നിന്ന് താഴെയിറങ്ങി തന്റെ തലപ്പാവ മനുഷ്യനെ ധരിപ്പിച്ചു കൊടുക്കുമ്പോ, എന്തിനാണ് ഒരു അഅറാബിയായ മനുഷ്യനോട് ഇത്ര സ്നേഹം കാണിക്കുന്നത് എന്ന് ചോദിച്ചപ്പോ അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയാണ്, ഇദ്ദേഹത്തിന്റെ പിതാവ് എന്റെ ബാപ്പാന്റെ കൂട്ടുകാരനായിരുന്നു. പ്രിയമുള്ളവരെ, മരിച്ചവരോടുള്ള കടമകളാണെങ്കിലോ ആ കടമകളൊക്കെ നിർവഹിക്കാം. അന്ന് വീട്ടിൽ വന്നൊരു മൗലൂദൊക്കെ ഓതണവരോട്, അവിടേക്കൊന്നും നമുക്ക് കയറാൻ സമയമില്ല. മങ്കൂസ് മൗലിദ ഓതണമെങ്കിൽ മിനിമം 2 ഹിക്കായത്ത് ഓതുമ്പോ മുത്തനബിയുടെ പേരിൽ 51 നുണ പറഞ്ഞിട്ടല്ലാതെ നിങ്ങൾക്ക് ഓതാൻ പറ്റൂല. ഒരൊറ്റ കളവ് പറഞ്ഞാൽ തന്നെ മൻ കദബ അലയ്യ മുതഅമ്മിദ ഫല്യതബവ മഖഅദഹു അലന്നാർ, ഒരു കളവ് പറഞ്ഞോട് നരകത്തിൽ ഇരിപ്പിടം തയ്യാർ ചെയ്തോട്ടെ എന്നാണ്. 51 നുണയാ പറയണേ, അർത്ഥം അറിയണില്ല. ഫഖാല ഉസ്മാൻ ഇബ്നു ഹുവൈരിസ് മാലുഹു എന്നൊക്കെ മൗലൂദ് 2ാമത്തെ ഹിക്കായത്ത് മങ്കൂസ് മൗലൂദ് ഓതുമ്പോ ഫഖാല ഉസ്മാൻ ഇബ്നു ഹുവൈരിസ്, ആളുകൾ റളിയല്ലാഹു അൻഹു എന്ന് പറയും. കാരണം എന്താ, ഉസ്മാൻ ഹുവൈരിസ് കേൾക്കുമ്പോൾ സ്വഹാബിയാന്ന് കരുതിയിട്ട അമ്പലത്തിലെ പൂജാരിന്റെ പേരാ ഉസ്മാൻ ഇബ്നു ഹുവൈരിസ്. ആളുകൾ റളിയല്ലാഹു അൻഹു എന്ന് പറയും ഇല്ലേ. എന്നിട്ട് തനക്കസ്ത മത്ലൂബം ഫമാദാക കുല്ലനാ ഫമിൻ ഹുസൈനിനാ ഖദറത്തിൽ ലീറു ബിസ്സുഹബി സ്വലാത്തും വതസ്ലീമുൻ വഅസ്കാ തഹിയതി. എന്താ പള്ളിയുടെ മീനാനത്തിൽ കൂടെ പറയണേ, ബിംബമേ നീ എന്താ വീണ് കിടക്കണേ, സ്വലാത്തും വതസ്ലീമുൻ. ഒന്നെങ്കിൽ അത് മുഴുവൻ പറയാ, അതായത് റസൂൽ ജനിച്ചപ്പോൾ വിഗ്രഹം വീണു എന്നുള്ള. അപ്പൊ ഉസ്മാൻ ഇബ്നു ഹുവൈരിസ് എന്ന് പറഞ്ഞ പൂജാരി ചോദിക്കുക, നീ എന്താ വീണ് കിടക്കണേ? അത് ബൈത്താക്കി ചെല്ല, ബിംബമേ നീ എന്താ വീണ് കിടക്കണേ, സ്വലാത്തും വതസ്ലീമുൻ. അല്ലെ, ഇടക്കിടക്ക്. അപ്പൊ ചോദ്യം ആരോടാ? ബിംബത്തോടൻ. എന്നത് ഒന്നെങ്കിൽ അത് മുഴുവൻ പറഞ്ഞിട്ട് നിങ്ങളുടെ ഇടയിൽ ഈ സാധനം കൊടുക്കുക എന്നല്ലാതെ നമ്മളൊന്ന് ആലോചിച്ചൊക്കെ ചോദിക്കുന്നത്. അതുപോലെ തന്നെ തനിച്ച ഷിർക്ക്, മുത്തനബിയോട് നബി ഒരുപാട് തെറ്റ് ചെയ്തു, അങ്ങയോട് ആവലാതിപ്പെടുന്ന മൊയ്ദിഷെ ഫുത്തൂലൈബിലെ 136-ാമത്തെ പേജിൽ എന്താ പറഞ്ഞേ, ലാ തഷ്കുവന്ന ഫി ഹാലത്തിൽ ബലിയാൻ. ഏത് സന്നിഗ്ധ ഘട്ടത്തിനും അള്ളാഹിനോടല്ലാതെ ആവലാതിപ്പെടല്ലേ. ഖുർആൻ ആ പദങ്ങനെ ഉപയോഗിച്ച തഷ്തഖീലല്ലാ ഹൗല ബിൻത് സഅലബ എന്ന് പറയുന്ന സഹാബ വനിത അള്ളാഹിനോട് ആവലാതിപ്പെട്ടു. പള്ളി നമ്മൾ പറഞ്ഞെന്താ, നബി അങ്ങയോട് ആവലാതിപ്പെടുന്നു. അപകടങ്ങളില്ലേ? ഇല്ലേ? ഇല്ലേ? അതുപോലെ ഈ ഷിർക്കിന്റെ വരികളൊക്കെ വരുമ്പോ, ബിദ്അത്ത് വരുമ്പോ ഒറ്റക്കാരിയെ പറയാനുള്ളൂ, പ്രിയമുള്ളവരെ, അവരുടെ ആശയങ്ങളെ കൈവിട്ട് കളിക്കല്ലേ. ഇവരോടൊക്കെ ചോദിക്കുന്നവരോട് ആരാ ബദരീങ്ങളെന്നറിയോ, ആരാ മുത്തുനബി എന്നറിയോ? തൗഹീദിന് വേണ്ടി ത്യാഗം അനുഭവിച്ചവരാ. ത്വായിഫിന്റെ
ഉഹുദിന്റെ ജബലിടുക്കുകൾക്ക് താഴെ പ്രബോധനത്തിനായി കടന്നു വരുമ്പോ ചട്ടമ്പിക്കുട്ടികളെ കൊണ്ട് കല്ലെറിഞ്ഞ് പുണ്യഭൂമേനിയിൽ നിന്ന് രക്തം വാർന്നൊലിച്ചിട്ടുണ്ടെങ്കിലോ എന്തിനാ ഇന്നും അല്ലാഹുവിന്റെ ഹബീബിന്റെ മദീനത്തെ പള്ളിയിലോ ബാബുസലാമിലൂടെ കടന്നു വന്ന് മിമ്പറും കടന്ന് റൗള ഷരീഫും കടന്ന് ഖബറിന്റെ ചാര വന്ന് അസ്സലാമു അലൈക യാ റസൂലല്ലാഹ് എന്ന് പറയുമ്പോ കണ്ണ് നിറഞ്ഞൊരിച്ചത് രോമം എഴുന്നേറ്റ് നിന്നതോ ആ നബിയോടുള്ള സ്നേഹമാണെങ്കിൽ ആ പുണ്യഭൂമേനിയാണ് ചട്ടമ്പിക്കുട്ടികളെ കൊണ്ട് കല്ലെറിയിച്ചതെങ്കിലോ അവിടെ നിന്ന് നോക്കണേ തുള്ളി ദാഹജലം കൊടുത്തില്ല, ബോധം പോലും നഷ്ടപ്പെട്ടു പോയുന്ന 600 ചിറകുകളോടെ ജിബ്രീലിനെ കണ്ട നിമിഷമാണെങ്കിൽ പർവ്വതങ്ങളുടെ ഉത്തരവാദിത്വമുള്ള മലക്കുൽ ജിബാൽ പെയ്തിറങ്ങിപ്പോയ നിമിഷമാണെങ്കിൽ എന്റെ ചിറക് കണ്ടോ, ചിറകിന്റെ താഴെ പർവ്വത നിരകളെ കണ്ടോ, അങ്ങൊരു വാക്ക് തന്നിരുന്നെങ്കിലോ അവരെ ഞാൻ നശിപ്പിച്ചു കൊള്ളാം യാ റസൂലല്ലാഹ്. വേണ്ട, അവരിൽ നിന്ന് ആരെങ്കിലും ഒരാൾ ഇസ്ലാമതം സ്വീകരിക്കുന്നുവെങ്കിലോ അത് മതി എനിക്കെന്ന് പറഞ്ഞ റസൂലുള്ളാഹിന്റെ നൊമ്പരങ്ങൾ എന്തിനാ? ലാ ഇലാഹ ഇല്ലല്ലാഹ് ഖുൽ ഇന്നമാ അദ്ഉ റബ്ബി, ഞാൻ എൻ്റെ റബ്ബിനോട് മാത്രമേ തേടൂ എന്ന് പറയാനാണെങ്കിലോ മുത്തുനബിയോട് സ്നേഹമുണ്ടോ എങ്കിൽ റസൂലിനോട് ചൊല്ലുന്ന മാല മൗലിദുകളല്ല, റസൂല് പറഞ്ഞ അല്ലാഹുവിനോട് തേടിക്കോ. ബദരീങ്ങളോട് തേടുന്നവരെ ആരാ ബദരീങ്ങളെന്നറിയണേ നിങ്ങള്? ആയുധ സാമഗ്രികളില്ലാതെ ഈമാൻ കൈമുതലാക്കി ബദറിന്റെ രണഭൂമിയിലേക്ക് ഇറങ്ങുമ്പോ അവിടെ പടർന്ന് പന്തലിക്കുന്ന ആദർശമുണ്ട്. ഹസ്ബുനല്ലാഹ് ഹസ്ബുനല്ലാഹ് ഹസ്ബുനല്ലാഹ്, ഞങ്ങൾക്ക് അല്ല മതി അല്ല മതി അല്ല മതി എന്നാണെങ്കിലോ പ്രിയമുള്ളവരെ ഈത്തപ്പഴത്തിന്റെ മധുരം വായിൽ വെച്ച് നുകർന്ന് അടുത്ത സഹാബത്തിന് വെച്ചു കൊടുത്ത പട്ടിണിക്കോലങ്ങളാ, മുറിഞ്ഞ വാൾത്തലപ്പുകളാണ്, ആയുധങ്ങളില്ലാത്ത പട്ടിണിക്കോലങ്ങള് ബദറിന്റെ രണഭൂമിയിലേക്ക് ഇറങ്ങിയപ്പോ എന്തിനാണ് ബദർ നടന്നതെന്ന് പഠിക്കാ. ഇതുകൂടെ പറഞ്ഞ് വിട പറയാം ഈ സദസ്സിനോട്. പ്രിയമുള്ളവരെ, ആ യുദ്ധത്തിന്റെ തലേ രാത്രി ഉണ്ടല്ലോ അല്ലാഹുവിന്റെ ഖുർആൻ പറയാ, ഇത് നിർഭയത്വത്തോടുകൂടെ സകലമാന സഹാബത്തിനെയും അല്ലാഹു ഉറക്കി കിടത്തുകയാണ്. പക്ഷേ ബദറിന്റെ രണഭൂമിയിൽ ഉറങ്ങാത്തൊരു നായകനുണ്ട്. ആരാ? ലോകത്തിന്റെ മുത്ത് നബി മുഹമ്മദുർ റസൂലുള്ളാഹ്. നിരന്തരമായ തേട്ടമാണ് അല്ലാഹുവിനോട്. കക്ഷത്തിന്റെ വെള്ള കാണുമാർ ഇരുകരങ്ങളും ആകാശഗോപുരങ്ങളിലേക്ക് ഉയർത്തിപ്പിടിച്ച് കരങ്ങിക്കരഞ്ഞ കണ്ണോടുകൂടെ തേടിയതല്ലാ. ഈ ചെറുസംഘത്തെ എങ്ങാനും നീ നശിപ്പിക്കുകയാണെങ്കിലോ നിന്നെ മാത്രം ആരാധിക്കപ്പെടില്ല അല്ലാ. ഭാര്യമാരെ വിധവകളാകോ മക്കളെ യതീമുകളാകോ എന്ന പേടിയല്ല, നിന്നെ മാത്രം ആരാധിക്കപ്പെടില്ല അല്ലാ. എന്തിനാണ് ബദരീങ്ങൾ അവരുടെ ജീവൻ കൊടുത്തത് എന്നറിയോ? പ്രായാധിക്യം കൊണ്ട് തടന്നു വന്ന ഉബൈദ റളിയല്ലാഹു അൻഹു യുവാവായ ശത്രുവിനോട് ഏറ്റുമുട്ടിക്കൊണ്ട് കണങ്കാലിന് വെട്ടുകൊണ്ട് താഴെ വീഴുമ്പോ നിലത്ത് കിടക്കുന്ന ഉബൈദത്തിന്റെ നേരെ വീണ്ടും ശത്രു വാളുകൊണ്ട് വെട്ടുമ്പോ രക്തമിങ്ങനെ ചീറിയൊലിക്കുമ്പോ റസൂലുള്ളാഹിന്റെ മടിത്തട്ടിലോടെ കൊണ്ടുവന്ന് കിടത്തുമ്പോ അവിടെ കിടന്നുകൊണ്ട് പറഞ്ഞില്ല നബിയെ, സുഗന്ധേനോ പെയ്തത് എടുത്തത് അമ്മ, ചോരും ദേവരും വഴി കൊഴുകൈതമ്മ, നികരറ്റവർ യാസീൻ ഹബീബുള്ളാന്റെ നേശാതീരോ മുമ്പ് കിടത്തിക്കൊണ്ടേ. അവിടുന്ന് പറയുന്നുണ്ട്, നബിയേ എന്റെ കാല് വീണ് പോയി റസൂല്, എന്റെ കൈ വീണ് പോയി റസൂല്. ബദർ യുദ്ധക്കളം വിട്ട് പിരിന്തോ ഞാനേ, ബദർ ശുഹദാക്കളിൽ ഞാനോ പെടുമോ തേനേ. പ്രവാചകനോട് ചോദിക്കുന്നുണ്ട്, നബിയേ അങ്ങവിടെ ബദറിന്റെ രണഭൂമിയിലൂടെ ഷഹീദാവാന് മോഹിച്ചവനാ, എന്തിനാ ഇങ്ങോട്ട് കൊണ്ടുവന്നത്? ഷഹീദാകുമോ ഞാൻ നബിയേ?
പാതിരാവിലും പാതിരിയുന്ന പാരിജാതങ്ങള് തോറ്റുപോകുന്ന പുഞ്ചിരിയുണ്ടെങ്കിൽ അത് ലോകത്തിന്റെ മുത്തിൻ്റെതാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടത്തെ കണ്ണങ്ങ് നിറയുകയാണ്, മുഖമങ്ങ് വാടുകയാ. കൊഞ്ചം ബദർ പോച്ചുണ്ടനക്കിയും ബദർ ശുഹദാക്കളിൽ നീയോ പെടുമേ തേനേ. നീ എവിടെ കിടന്ന് മരിച്ചാലും ഷഹീദാണ് ഉബൈദ, എവിടെ കിടന്ന് മരിച്ചാലും ഷഹീദാണ് ഉബൈദ. എന്തിനാ ശുഹദാക്കൾ അവരുടെ മക്കളെ യതീമുകളാക്കിയത്? എന്തിനാ ശുഹദാക്കൾ അവരുടെ ഭാര്യമാരെ വിധവകളാക്കിയത്? എന്തിനാ ശുഹദാക്കൾ അവരുടെ കുടിലുകൾ അന്യായമാക്കിയത്? എന്തിനാ ശുഹദാക്കൾ അവരുടെ കയ്യും കാലും റബ്ബിന്റെ മാർഗത്തിലൂടെ കൊടുത്തത്? എന്തിനാ ശുഹദാക്കൾ അവരുടെ ജീവൻ പോലും റബ്ബിന്റെ മാർഗത്തിലൂടെ സമർപ്പിച്ചത്? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന മഹിതമായ ആദർശത്തിനാണെങ്കിൽ ആ ബദരീങ്ങളോട് ഹൃദയത്തിന്റെ കോണിലോടെ സ്നേഹമുണ്ടോ എങ്കിൽ അവരോട് തേടാനില്ല. അവര് പറഞ്ഞ അല്ലാഹ്, അണ്ടകടാഹങ്ങളുടെ സെട്ടാവായ അല്ലാഹ്, ബ്രഹ്മാണ്ടങ്ങളുടെ സെട്ടാവായ അല്ലാഹ്, സകലതരാധരങ്ങളെ നിയന്ത്രിക്കുന്ന അല്ലാഹ്, അവനെന്തിനും കഴിവുള്ള ഖദീറ, എല്ലാം കാണാൻ കഴിവുള്ള ബസീറ, തലച്ചോറിന്റെ ചിന്തകൾ അറിയുന്ന അല്ലാഹ്, നമ്മളുടെ ഹൃദയത്തിന്റെ താളം തെറ്റുമ്പോ ഏഴാകാശങ്ങൾക്കപ്പുറത്ത് വിവരമറിയുന്ന അല്ലാഹ്, അവനേകനായ റബ്ബാണെങ്കിൽ ആ റബ്ബിലേക്ക് തിരിച്ചോ നമ്മളുടെ കരങ്ങള്. ഒരു പടപ്പിലേക്ക് തിരിക്കണ്ട, ഒരു മനുഷ്യനിലേക്ക് തിരിക്കണ്ട, ഒരു ജിന്നിലേക്ക് തിരിക്കണ്ട. ഒരു വസീലത്തു ശിർക്കിന്റെ തേട്ടമില്ല, മറ്റൊരു തേട്ടവുമില്ല, എല്ലാം അല്ലാഹ്. വിസ്ഡത്തിന് ജനങ്ങളോട് പറയാനുള്ളത് അല്ലാഹുവോട് മാത്രമായി കരങ്ങൾ ഉയർത്തിക്കോ, അല്ലാഹുവിനോട് മാത്രമായി തേടിക്കോ. പ്രിയമുള്ളവരെ, പുത്തൻ ആചാരങ്ങൾ ഇങ്ങനെ കൊണ്ടുവരുമ്പോ ഓർക്കണേ, ഹബീബിന് വെറുപ്പാ. അല്ലാഹുവിന്റെ റസൂലിനെ വഞ്ചകനെന്ന് വിളിക്കുന്നതിന് തുല്യമാ. ഓരോ മിമ്പറും റസൂല് ഗൗരവത്തോടുകൂടെ എതിർത്തതാണ്. മാത്രമല്ല, നാളെ ഹൗദുൽ കൗസർ വാങ്ങാനായി നിൽക്കുമ്പോ അല്ലാഹുവിന്റെ റസൂല് പറയാണ്, എനിക്കും അവർക്കും ഇടയിൽ അല്ലാഹു മറയിടുകയാണ്. എന്റെ ഉമ്മത്താണ് റബ്ബേ, ഹൗദുൽ കൗസർ തടുക്കല്ലേ എന്ന് പറയുമ്പോ അല്ലാഹ് പറയുന്നുണ്ട്, നബിയേ, താങ്കളുടെ കാലശേഷം ഇവരെന്താണ് ചെയ്തത് എന്ന് താങ്കൾക്കറിയില്ല. അല്ലാഹുവിന്റെ മുത്തനബി പറയില്ല, സുഹുക്കൻ സുഹുക്കാ, ദൂരെ പോ ദൂരെ പോ. എന്റെ മതത്തിൽ കലർപ്പുണ്ടാക്കിയവരെ, പുതുതായി കൊണ്ടുവന്നവരെ, പകരമുണ്ടാക്കിയവര്, ദൂരെ പോന്ന് പറഞ്ഞ് പുത്തൻവാദം ചെയ്തവരെ ആട്ടി ഓടിക്കുമെന്ന കുല്ലു ബിദഅത്തിൻ ദലാല വകുല്ലു ദലാലത്തിൻ ഫിന്നാർ. പുത്തനാചാരം മുഴുവനും വഴികേടാണെങ്കിൽ എല്ലാ വഴികേടും നരകത്തിലാ, നരകത്തിലാണ്, നരകത്തിലാ. അതുണ്ടാവാതിരിക്കാനാണ് പ്രിയമുള്ളവര് ഈ നരേക്കാവിന്റെ മണ്ണിലൂടെ വേദി കെട്ടിയതെങ്കിൽ അല്ലാഹുമ്മ ഷഹദ്, അല്ലാഹുമ്മ ഷഹദ്, അല്ലാഹുമ്മ ഷഹദ്. അല്ലാഹുവേ, നീ സാക്ഷിയാണല്ലാ, നീ സാക്ഷിയാണല്ലാ, നീ സാക്ഷിയാണല്ലാ. ഈ നരേക്കാവിന്റെ മണ്ണില് ഇവിടുത്തെ ജനങ്ങളോട് ഏതേത് പൗരോഹിത്യം പുത്തനാചാരങ്ങളെ കൊണ്ടുവന്ന് പഠിപ്പിക്കുമ്പോ അത് ശരിയല്ല എന്ന് പറയാൻ, അള്ളാന്റെ പ്രവാചകന്റെ ദീനിതാണെന്ന് പറയാൻ എന്റെ കഴിവിന്റെ പരമാവധി ഇവിടത്തെ പ്രവർത്തകരുടെ അധ്വാനത്തിന്റെ ഫലമായി എത്തിച്ചു കൊടുത്തിട്ടുണ്ടല്ലോ. നീ സാക്ഷിയാണ് റബ്ബേ, നീ സാക്ഷിയാണല്ലോ, നീ സാക്ഷിയാണല്ലോ. ഇനി ജനങ്ങള് നിങ്ങളുടെ ഊഴമാണ്, ഇഷ്ടമുണ്ടോ നിങ്ങൾക്ക് സ്വീകരിക്കാ, അല്ലേ നിങ്ങൾക്ക് തള്ളിക്കളയാ. നാളെ വഹ്ദാനായ ജബ്ബാറായ റബ്ബിന്റെ കോടതിയിലൂടെ വന്നു നിൽക്കുമ്പോ ഇവർ ഞങ്ങളുടെ അടുത്തുണ്ടായിട്ട് ഞങ്ങളോട് പറഞ്ഞു തന്നിട്ടില്ല എന്ന് ഞങ്ങൾക്കെതിരെ വിരൽ ചൂണ്ടാൻ നിങ്ങളെ കൊണ്ട് സാധ്യമല്ല. ഈ ശബ്ദം ശ്രവിക്കുന്നവരിൽ ഉസ്താദുമാരുണ്ടെങ്കിൽ, മുസ്ലിയാക്കന്മാരുണ്ടെങ്കിൽ, പുരോഹിതന്മാരുണ്ടെങ്കിൽ ഹൃദയത്തിന്റെ ഭാഷയിലൂടെ നിങ്ങളോട് പറയാ, അള്ളാന്റെ ആയത്ത് വിറ്റുകൊണ്ടാ നിങ്ങൾ ഭക്ഷണം കഴിക്കുന്നതെങ്കിൽ അവരുടെ വയറുകളിൽ അവര് തീയല്ലാതെ നടക്കുന്നില്ല. അല്ലാഹു നിങ്ങളോട് നാളെ സംസാരിക്കില്ല, അല്ലാഹു നിങ്ങളെ
സംസ്കരിക്കില്ല, കാരുണ്യത്തിന്റെ നോട്ടം പോലും നിങ്ങളോട് നോക്കൂല. അതുകൊണ്ട് ജനങ്ങളോട് ദീനിന് ഉള്ളതിനെ ഉള്ളതുപോലെ പറഞ്ഞു കൊടുക്കണേ. അത്രേ ഞങ്ങൾക്ക് പറയാനുള്ളൂ. ഇതുവരെയുള്ള എന്റെ സംസാരത്തിലെ നിങ്ങളുടെ ആരുടെങ്കിലും മനസ്സിനെ വേദനിക്കുമാറ് പ്രതിപക്ഷ ബഹുമാനമില്ലാത്തൊരു വാക്ക് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളോട് ഞാൻ മാപ്പ് ചോദിക്കുകയാണ്. പക്ഷെ ആദർശപരമായി പറഞ്ഞത്, പ്രമാണങ്ങളെ പറഞ്ഞത്, ഇന്ന് നടക്കുന്ന ചൂഷണങ്ങളെ തുറന്നു പറഞ്ഞത് അത് മനസ്സിൽ തട്ടി തന്നെയാണ്, മനസ്സിൽ തട്ടി തന്നെയാണ്. അത് ഉത്തരവാദിത്വത്തിന്റെ നിർവഹണമാണ്. അള്ളാഹുവെ സ്വീകരിക്കണേ അല്ലാഹ്, കബൂൽ ചെയ്യണേ അല്ലാഹ്, പരലോക വിജയം തന്നെ അനുഗ്രഹിക്കണേ അല്ലാഹ്, കത്തിയാടുന്ന നരകത്തിയിൽ നിന്ന് കാത്തു രക്ഷിക്കണേ അല്ലാഹ്. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم انصر إخواننا المسلمين في فلسطين. اللهم انصر إخواننا المسلمين المضاعفين المجاهدين في فلسطين. اللهم كن لهم نصيرا ولا تكن عليهم. اللهم ارحم موتاهم واشف مرضاهم وتقبل شهداءهم. اللهم افتح المسجد الأقصى. اللهم لا تسلط علينا من لا يرحمنا. اللهم لا تسلط علينا من لا يرحمنا. اللهم لا تسلط علينا من لا يرحمنا. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين. وصلى الله على نبينا محمد وعلى آله وصحبه أجمعين. പ്രിയമുള്ളവരെ, കുറച്ച് കാര്യങ്ങൾ കോർത്തിണക്കി പറഞ്ഞത് മാത്രമേ ഉള്ളൂ. അള്ളാഹു സ്വീകരിക്കാൻ തൗഫീഖ് നൽകട്ടെ. ഒറ്റ വാക്കൂടെ ആഡ് ചെയ്ത് പറയാണ്, ഞാൻ വിട്ടുപോയതുകൊണ്ട് പറയാണ്. നാളെ ഏതെങ്കിലും ഉസ്താദ്മാര് പറയും, മരിച്ചെടുത്ത് യാസീനോദൻ എന്ന് റസൂൽ പറഞ്ഞിട്ടില്ലേ, ഫക്കറോ സൂറത്ത് യാസീൻ മൗത്താക്കും, മരിച്ചെടുത്ത് യാസീനോദൻ എന്ന് പറഞ്ഞിട്ടില്ലേ? ഷാഫി മദ്ഹബിൽ ഇമാം നബവി റഹ്മത്തുള്ളാഹി അലൈഹി അൽ അദ്കാർ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ കിതാബിൽ അദ്ദേഹം പറഞ്ഞു, ഫിഹി മജ്ഹൂലാനി, ആ ഹദീസിൽ രണ്ടുപേരെ അറിയപ്പെടാത്ത ആളുകളാണ്, തെളിവിന് കൊള്ളൂല, അത് സ്വീകാര്യോഗ്യമല്ല എന്ന് ഷാഫി മദ്ഹബിന്റെ നിലപാടാണ്. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. ഞങ്ങളൊക്കെ പ്രാർത്ഥനയിൽ എന്നെ കൂടെ ഉൾപ്പെടുത്തണമെന്ന ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.